ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൻ്റെ വർക്ക് ബുക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വർക്ക് ഷീറ്റ് 8. ലുക്ക് ദ ആരോ ആൻഡ് റൈറ്റ് ദ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. ഒരു ആരോ, അമ്പ് അടയാളം നോക്കി തുടർച്ചയായ സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. അപ്പോൾ ആദ്യം 20 ആണ് തന്നിരിക്കുന്നത്. 20 കഴിഞ്ഞാൽ ആരോ പോകുന്നത് ഒരു സർക്കിളിലോട്ടാണ്, കണ്ടില്ലേ? അപ്പോൾ അവിടെ നമ്മൾ എന്ത് എഴുതണം? അടുത്ത നമ്പർ എന്ന് പറയുന്നത് 21, 21. ഇനി 21 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 22, 22. പിന്നെ കണ്ടില്ലേ 23, 24, 25, 26, 27, 28, 29, 30. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ നമ്പർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 21 ആരംഭിച്ചു, കണ്ടില്ലേ? ഓരോ ആരോ നോക്കി നോക്കി നമ്മൾ എഴുതി. 34, 35, 34, 35, പിന്നെ 36, 37, 38 നമുക്ക് തന്നിട്ടുണ്ട്. 38 കണ്ടില്ലേ അവിടെ? ഇനി 39, 39. അത് കഴിഞ്ഞാൽ 40, 41. പിന്നെ തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സാണ് വരുന്നത്. ആരോ നോക്കി വേണം ഫില്ല് ചെയ്യാനായിട്ട്. ഓരോ സർക്കിളിലും നമ്പർ എഴുതണം. അവസാനം 49, 49 കഴിഞ്ഞപ്പോൾ 50, 50-ലെത്തി. അപ്പോൾ 20, 20-ൽ തുടങ്ങി നമ്മളിങ്ങനെ ആരോ നോക്കി എഴുതി വന്ന് 50, 50-ലാണ് അവസാനിച്ചത്. നെക്സ്റ്റ് വർക്ക്ഷീറ്റ് 9 ആണ്. ഡ്രോ ദ പിക്ചർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഓരോ സംഖ്യക്കും നേരെ യോജിച്ച എണ്ണം വരച്ചു ചേർക്കൂ. വിട്ടുപോയവ എഴുതുക. കണ്ടില്ലേ? ടെൻസ്, പത്തുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു റെക്റ്റാങ്കിൾ ആണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വൺസ്, ഒന്നുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കിളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ നമ്പറിനും എത്ര ടെൻസ് ഉണ്ട്, എത്ര വൺസ് ഉണ്ട്, പത്തുകൾ എത്ര, ഒന്നുകൾ എത്ര, അത് നമ്മൾ എഴുതണം. അപ്പോൾ ആദ്യത്തേത് 53 ആണ്. 53-ൽ എത്ര ടെൻസും എത്ര വൺസും ഉണ്ട്? 53 എന്ന് പറയുന്നത് 5 ടെൻസ് അല്ലേ? 5 പത്തുകൾ ചേർന്നതാണ് 50. പിന്നെ അതിൽ 3 വൺസ്, 3 ഒന്നുകൾ. അപ്പോഴാണ് നമുക്ക് 53 കിട്ടുന്നത്. ഇനി എഴുതാനുള്ളത് 35, 35, 22, 22, 46, 46. ഇതിൽ എത്ര ടെൻസ് ഉണ്ട്, എത്ര വൺസ് ഉണ്ട് എന്ന് എഴുതണം. ആദ്യം നമ്മൾ വരച്ച് ചേർക്കണം. കണ്ടില്ലേ? 35, 30 + 5, 3 ടെൻസ്, 3 പത്തുകളും 5 വൺസ്, 5 ഒന്നുകളുമാണ് 35-ലുള്ളത്. ഇനി 22 എന്ന് പറയുമ്പോൾ 10 + 10 ആണ് 20 അല്ലേ? അപ്പോൾ 2 ടെൻസ്, 2 പത്തുകളും 2 ഒന്നുകളുമാണ് അതിലുള്ളത്. ഇനി അടുത്തത് 46, 46. 46-ൽ എത്ര ടെൻസ്, പത്തുകളുണ്ട്? 4, 4 പത്തുകളാണ് ഉള്ളത്. വൺസോ? 6 വൺസ്, 6 ഒന്നുകളാണ് 46-ൽ ഉള്ളത്. അടുത്തത് അടുത്ത സംഖ്യ എഴുതുക എന്നുള്ളതാണ്. അതായത് ആഫ്റ്റർ, ഒരു സംഖ്യ കഴിഞ്ഞു വരുന്ന അടുത്ത സംഖ്യ. അതുപോലെ തന്നെ നടുവിലാര് സംഖ്യ എഴുതുക. നടുവിൽ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ, അതിന് ഇടയിലുള്ളത് ആണ് എഴുതേണ്ടത്. തൊട്ട് മുമ്പത്തെ സംഖ്യ എഴുതുക എന്ന് പറഞ്ഞാൽ ബിഫോർ, മുൻപുള്ള സംഖ്യ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അടുത്ത സംഖ്യ എഴുതുക, അതായത് തൊട്ടടുത്ത സംഖ്യ എഴുതുക. ആഫ്റ്റർ വരുന്ന സംഖ്യ എഴുതുക. 19 കഴിഞ്ഞാൽ 20, 29 കഴിഞ്ഞാൽ 30, 9 കഴിഞ്ഞാൽ 10, 10 കഴിഞ്ഞാൽ 11, 19, 20, 29, 30, 9, 10, 10, 11 ഇങ്ങനെ വരും അല്ലേ? അടുത്തത് നടുവിൽ ആരാണ്, ഇടയിൽ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിറ്റ്വീൻ. 39 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 40, പിന്നെ 41, 39, 40, 41. അടുത്തത് 19, 20, 21, 19, 20, 21 അല്ലേ? അടുത്തത് 37, 38, 39. 37 എന്ന് പറഞ്ഞാൽ 37. അപ്പോൾ അടുത്തത് വരുന്നത് 38, 39. ഇനി 16, 17, 18, 16, 17, 18. അപ്പോൾ ഇടയിൽ ബിറ്റ്വീൻ വരുന്നതാണ് എഴുതേണ്ടത്. അടുത്തത് തൊട്ടു മുമ്പത്തെ സംഖ്യ എഴുതുക. അതായത് ബിഫോർ, മുൻപിലുള്ള സംഖ്യയാണ് എഴുതേണ്ടത്.
എക്സാമ്പിൾ തന്നിരിക്കുന്നു 30, 31, 30, 31. അടുത്തത് 12, 12 തന്നിരിക്കുന്നു. അപ്പോൾ അതിന് മുൻപ് വരുന്നത് 11, 11. അടുത്തത് 21, 22, 47, 48. ഇങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ തന്നിരിക്കുന്നതും കംപ്ലീറ്റ് ചെയ്യണം. കണ്ടില്ലേ? ആദ്യം ആഫ്റ്റർ തൊട്ടടുത്ത സംഖ്യ എഴുതണം, പിന്നെ ബിറ്റ്വീൻ ഇടയിലുള്ളത്, അതുപോലെ തന്നെ ബിഫോർ മുൻപിലുള്ളത്. അങ്ങനെ എല്ലാ കോളംസും കംപ്ലീറ്റ് ചെയ്യണം. സ്പിൻ ദ വീൽ. വർക്ക്ഷീറ്റ് 11, 11 ചക്രം കറക്കാം. ഒരു ചക്രം തന്നിരിക്കുന്നു, കണ്ട്. അതിലേതൊക്കെ നമ്പേഴ്സാണുള്ളത്? 45, 45, 23, 23, 30, 30, 49, 49, 12, 12, 36, 36. ഒരു കുട്ടി പറയുകയാണ് ഫസ്റ്റ് ഐ വിൽ സ്പിൻ. ആദ്യം ഞാൻ കറക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ കുട്ടികളും ക്ലാസ്സിൽ ഇത് കറക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും എത്ര പോയിൻ്റ് കിട്ടി എന്ന് നോക്കാം. കണ്ടില്ലേ? ദിയയ്ക്ക് 23, 23 പോയിൻറ്റും, അർജുന് 49, 49 പോയിൻറ്റും, ഷിഫയ്ക്ക് 23, 23 പോയിൻറ്റും, മനാഫിന് 45, 45 പോയിൻറ്റും, നിയയ്ക്ക് 36, 36 പോയിൻറ്റും, ജെൻസന് 12, 12 പോയിൻറ്റുമാണ് കിട്ടിയത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മോർ പോയിൻറ്റ്, കൂടുതൽ പോയിൻറ്റ് കിട്ടിയത് ആർക്കാണ്? സെയിം പോയിൻറ്റ്, ഒരേ പോയിൻറ്റ് കിട്ടിയത് ആർക്കാണ്? കുറച്ച് പോയിൻറ്റ്, ലെസ് പോയിൻറ്റ് കിട്ടിയത് ആർക്കാണ്? അപ്പോൾ അവരുടെ നമ്പർ, ആ സംഖ്യ എഴുതണം. അതുപോലെ തന്നെ ആർക്കാണ് കിട്ടിയത് എന്നുള്ളത് അവരുടെ പേര്, നെയും എഴുതണം. അപ്പോൾ മോർ പോയിൻറ്റ്, കൂടുതൽ പോയിൻറ്റ് കിട്ടിയത് അർജുനാണ്. 49, 49 പോയിൻ്റാണ് അർജുന് കിട്ടിയിരിക്കുന്നത്. ഇനി ഒരേപോലെ സെയിം പോയിൻ്റ് കിട്ടിയിരിക്കുന്നത് ദിയയ്ക്കും ഷിഫയ്ക്കുമാണ്. 23, 23 പോയിൻറ്റ്. ലെസ് പോയിൻ്റ് കിട്ടിയിരിക്കുന്നത് ജെൻസനാണ്. 12 പോയിൻറ്റ്. വർക്ക്ഷീറ്റ് 12. ഹൗ മെനി കോളംസ്? എത്ര കളങ്ങളാണ് ഉള്ളത്? എത്ര കളങ്ങളാണുള്ളത്? കുറച്ച് കളത്തിൽ കളർ കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളത് കൊടുത്തിട്ടില്ല അല്ലേ? അപ്പോൾ കളർ കൊടുത്തത് എണ്ണി നോക്കിയപ്പോൾ എത്രയാണ് വരുന്നത്? 20 ആണ് വരുന്നത്. കളർ കൊടുക്കാത്ത ഭാഗത്തോ 30, 30 വരുന്നത്. ഇനി ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ, ആകെ എത്ര കോളമാണ് ഉള്ളത് എന്നാണ്. 20 + 30 = 50. 20, 30 കൂട്ടിയപ്പോൾ 50 കോളങ്ങളാണ് അതിലുള്ളത്. നെക്സ്റ്റ് വർക്ക്ഷീറ്റ് പറയുന്നത് നമ്മളോട് കളർ കൊടുക്കാനാണ്. എങ്ങനെയാണ് കളർ കൊടുക്കേണ്ടത്? 25 യെല്ലോ കോളംസും 15 ബ്ലൂ കോളംസും. 25 മഞ്ഞയും 15 നീലയുമാണ് നമ്മളോട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കൊടുത്തു നോക്കാം. കണ്ടില്ലേ? 25 യെല്ലോ, മഞ്ഞ കോളംസ് 25 എണ്ണം നമ്മൾ കൊടുത്തു. ഇനി 15 എണ്ണം 15 ബ്ലൂവും കൊടുത്തു. ഇനി ചോദിച്ചിരിക്കുന്നത് നിറം കൊടുത്ത ആകെ കളങ്ങൾ എത്രയാണ് എന്നുള്ളതാണ്. എത്രയാണ് നമ്മൾ കളർ കൊടുത്തത്? 40. 25 + 15 40. 40 എണ്ണത്തിനാണ് നമ്മൾ കളർ കൊടുത്തത്. ഇനി റിമൈനിങ് കോളംസ്, നിറം കൊടുക്കാൻ ഇനി എത്ര കളങ്ങൾ ബാക്കിയുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? മൊത്തം 50 ആണുള്ളത്. അതിൽ നമ്മൾ 40 എണ്ണത്തിന് കളർ കൊടുത്തു. അപ്പോൾ ബാക്കി വരുന്നത് 10 എണ്ണമാണ് ഇനി കളർ കൊടുക്കാനുള്ളത്. വർക്ക്ഷീറ്റ് 13. 13ാമത്തെ വർക്ക്ഷീറ്റാണ്. ദ ഹൈഡിങ് നമ്പേഴ്സ് ആർ 11, 13, 22, 32. ഇവിടെ മറഞ്ഞിരിക്കുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് 11, 13, 22, 32 ആണ്. അപ്പോൾ അതെവിടേക്കോ എഴുതും? നോക്കൂ, 1 കഴിഞ്ഞാൽ പിന്നെ കോളമില്ല. പിന്നെ 21, 21 അപ്പോൾ അതിന് നടുക്കലായിരിക്കും 11, 11 അല്ലേ? അപ്പോൾ 1, 11, 21, 31, 41. 1, 11, 21, 31, 41. അപ്പോൾ ഇനി 2, 12, 22, 32, 42. 2, 12, 22, 32, 42. ഇനി അടുത്തത് 3 കഴിഞ്ഞാൽ പിന്നെ 13 ആയിരിക്കും. കാരണം 23, 33, 43 നമുക്ക് തന്നിരിക്കുന്നു. പിന്നെ ബാക്കിയുള്ള കോളംസ് ഒന്നും വിട്ടുപോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 11, 22, 32, 13 എന്നുള്ള മറഞ്ഞിരിക്കുന്ന സംഖ്യകൾ ഈ കോളങ്ങളിലൊക്കെയാണ് എഴുതേണ്ടത്. ഇനി പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഒരു ചതുരം വരച്ച് നടുവിലെ ചതുരം വെട്ടിക്കളയുക.
കണ്ടില്ലേ, ഒരു ചതുരം വരച്ചിട്ടുണ്ട്. അതിൽ നടുവിൽ ആ വൈറ്റ് കാണുന്ന ഭാഗത്തെ ചതുരം വെട്ടിക്കളഞ്ഞാൽ എന്നിട്ട് ഈ സംഖ്യകൾക്ക് മുകളിൽ അത് വെക്കണം. അപ്പോൾ നമ്മളൊരു സംഖ്യ ഇങ്ങനെ കാണും, കാരണം അവിടെ കടലാസ് ഇല്ല അല്ലേ. അപ്പോൾ കാണുന്ന സംഖ്യ ഏതാണ്, അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റിലുമുള്ള സംഖ്യകൾ ഏതൊക്കെയാണ് എന്ന് പറയണം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മളിപ്പോൾ ആ ഒരു കടലാസ് കൊടുന്ന് 25 25-ന് മുകളിൽ വെച്ചാൽ ബാക്കിയുള്ളത് കാണുന്നില്ല. പക്ഷേ അതിൻ്റെ മുകളിലും സൈഡിലുമൊക്കെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? 24 മുകളിൽ, 26 താഴെ, 15 ലെഫ്റ്റ് സൈഡിലും 35 റൈറ്റ് സൈഡിലുമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്കും പറയാൻ കഴിയണം. ഇപ്പോൾ 22 ആണെങ്കിൽ നമ്മൾ കാണുന്നത് 22, കടലാസ് വെച്ച് കഴിഞ്ഞാൽ 21-ഉം 23-യും അതുപോലെ തന്നെ 12-ഉം 32-ഉം ഒന്നും നമുക്ക് കാണില്ല. അപ്പോൾ അതൊക്കെ പറയാൻ നമുക്ക് കഴിയണം. വർക്ക് ഷീറ്റ് 14 കണക്ട് ദ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. അടുത്തടുത്ത സംഖ്യകൾ വരച്ചു ചേർക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറേയധികം സംഖ്യകൾ തന്നിട്ടുണ്ട്. അതിൽ 49, 50 വരച്ചിട്ടുണ്ട്. ഇനി അതുപോലെയുള്ള സംഖ്യകൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 10, 11 വരച്ചു. അതൊരു കോൺസിക്യൂട്ടീവ് തുടർച്ചയായിട്ടുള്ള നമ്പറാണ്. അടുത്തത് ഏതൊക്കെയാണ് വരുന്നത്? 21, 22, 39, 40, 39, 40, 30, 31, 30, 31. അടുത്തത് 15, 16, 15, 16. ഇനി വരുന്നത് 21, 22, 21, 22. റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം ലാർജർ ടു സ്മോളർ. വരച്ചു ചേർത്ത സംഖ്യകളെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതൂ. നമ്മൾ കുറച്ച് സംഖ്യകൾ വരച്ചു അല്ലേ, അവയെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾ തന്നിരിക്കുന്നു. 50, 49, 50, 49. ഇനി അതിനേക്കാൾ കുറച്ചുകൂടി ചെറിയ സംഖ്യ ഏതായിരിക്കും? 40, 39, 40, 39. ഇനി അടുത്ത് വരുന്നത് 31, 30, 31, 30. വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് അല്ലേ. അടുത്തത് 22, 21, 22, 21, 16, 15, 16, 15, പിന്നെ 11, 10, 11, 10 അവർ നമുക്ക് തന്നിട്ടുണ്ട്. വർക്ക് ഷീറ്റ് 15. ലുക്ക് ദ എക്സാമ്പിൾ റോട്ട് 35 ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. എക്സാമ്പിൾ നോക്കൂ. ചുവടെയുള്ള കളത്തിൽ എഴുതിയിരിക്കുന്നത് നോക്കൂ. 35-നെ പല രീതിയിൽ എഴുതിയിരിക്കുകയാണ്. 35-നെ പല രീതിയിൽ എഴുതിയിട്ടുണ്ട്. വേർഡ്സിൽ എഴുതിയിട്ടുണ്ട് അല്ലേ. 35, 35. അതുപോലെ തന്നെ 10 + 10 + 10 + 5, 3 10ഉം 1 5ഉം, അപ്പോൾ 35 കിട്ടും. പിന്നെ 30 + 5, 30ഉം 5ഉം കൂട്ടിയാൽ 35. പിന്നെയോ ബിറ്റ്വീൻ 34 ആൻഡ് 36, 34-നും 36-നും ഇടയിൽ. ഇങ്ങനെയൊക്കെ നമുക്ക് 35-നെ എഴുതാം. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് 26 ഇൻ ഡിഫറെൻറ്റ് വേയ്സ്, റൈറ്റ് 30 ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. 26-നെയും 30-നെയും പല രീതിയിൽ എഴുതാനാണ്. അപ്പോൾ 26-നെ എങ്ങനെ എഴുതാം? 26 എന്ന് നമുക്ക് വേർഡ്സിൽ എഴുതാം. പിന്നെ 10 + 10 + 6 എന്ന് എഴുതാം. 20 + 6 എന്ന് എഴുതാം. ബിറ്റ്വീൻ 25 ആൻഡ് 27, 25-നും 27-നും ഇടയിൽ എന്ന് എഴുതാം. 30 - 4, 30-ൽ നിന്ന് 4 കുറച്ചാൽ എന്ന് എഴുതാം. പിന്നെ 25 + 1 അങ്ങനെയും എഴുതാം. ഇനി 30, 30-നെ എങ്ങനെയൊക്കെ എഴുതാം? വേർഡ്സിൽ 30 എന്ന് എഴുതാം. പിന്നെ 10 + 10 + 10 എന്ന് എഴുതാം. 29 + 1 എന്ന് എഴുതാം. 25 + 5 എന്ന് എഴുതാം. 20 + 10 എന്ന് എഴുതാം. 40 - 10 എന്ന് എഴുതാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് 30-യെ എഴുതാം. അപ്പോൾ ഒന്നുകൂടെ പറയാം. 26-നെ എങ്ങനെയൊക്കെ എഴുതാം? വേർഡ്സിൽ 26 എന്ന് എഴുതാം. പിന്നെ 10 + 10 + 6, 25-നും 27-നും ഇടയിൽ ഉള്ളത് എന്ന് എഴുതാം. 30 - 4 എന്ന് എഴുതാം. 20 + 6, 25 + 1 അങ്ങനെ എഴുതാം. 30-നെയോ 30 എന്ന് നമുക്ക് വേർഡ്സിൽ എഴുതാം. അതുപോലെ തന്നെ 3 പ്രാവശ്യം 10 കൂട്ടാം. 29-ൻ്റെ കൂടെ 1 കൂട്ടാം. പിന്നെ 25-ൻ്റെ കൂടെ 5 കൂട്ടിയാൽ 30 കിട്ടും. 20-ൻ്റെ കൂടെ 10 കൂട്ടിയാൽ 30 കിട്ടും. 40-ൽ നിന്ന് 10 കുറച്ചാലും നമുക്ക് 30 കിട്ടാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് 30 എഴുതാം. നെക്സ്റ്റ് വർക്ക് ഷീറ്റ് 16 സംഖ്യ എഴുതുക. റൈറ്റ് ദ നമ്പർ. 7 more than 10. 10-നേക്കാൾ 7 കൂടുതലുള്ള സംഖ്യ ഏതാണ്?
5 ലെസ് ദാൻ 20. 20നേക്കാൾ 5 കുറവുള്ളത് ഏതാണ്? 10 മോർ ദാൻ 30. 30നേക്കാൾ 10 കൂടുതലുള്ളത്. 1 മോർ ദാൻ 49. 49നേക്കാൾ 1 കൂടുതലുള്ളത്. 10 ലെസ് ദാൻ 20. 20നേക്കാൾ 10 കുറവുള്ളത്. 14 ലെസ് ദാൻ 44. 44നേക്കാൾ 14 കുറവുള്ളത് ഏതാണ്? അപ്പോൾ 7 മോർ ദാൻ 10 എന്ന് പറഞ്ഞാൽ 10നേക്കാൾ 7 കൂടുതലുള്ളത് 17. 17. 20നേക്കാൾ 5 കുറവുള്ളത് 15. 30നേക്കാൾ 10 കൂടുതലുള്ളത് 40. 49നേക്കാൾ 1 കൂടിയത് 50. 50. 20നേക്കാൾ 10 കുറഞ്ഞത് എത്രയാണ്? 20ൻ്റെ 10 കുറഞ്ഞത് 10. 10. 44നേക്കാൾ 14 കുറഞ്ഞത് 30. 30. റൈറ്റ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. പല രീതിയിൽ എഴുതുക. ഏതാണ് എഴുതേണ്ടത്? 50. 50നെ എഴുതണം. അപ്പോൾ 5 10കൾ 5 10s എന്ന് തന്നിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് നമ്മൾ എഴുതണം. 40 + 10 40 + 10 50 അതവർ തന്നിട്ടുണ്ട്. ഇനി എഴുതാനുള്ളത് 49 + 1 49 കൂട്ടണം 1 50. അതുപോലെ തന്നെ 10 5 പ്രാവശ്യം എഴുതുക. 10 20 30 40 50. 10 20 30 40 50 കിട്ടും. പിന്നെയോ 50 ones 50 ഒന്നുകൾ ചേർന്നാൽ 50. അതുപോലെ തന്നെ 45 + 5 45 5 50. 25 + 25 25 + 25 50. പിന്നെയോ 30 + 20 30 കൂട്ടണം 20 50. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് 50 50നെ എഴുതാവുന്നതാണ്. Okay dears, complete your worksheets and study well. See you in next class. Thank you.